ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ ഹോപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ തിയറമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ തിയറത്തിൽ നമ്മൾ ഡയമീറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് കോഡിന്റെ കാര്യമാണ്. അത് നോക്കിയേ, ഞാനിവിടെ സർക്കിൾ വരച്ചിരിക്കുന്നു, സെന്റർ എവിടെയാണ് നമ്മൾ കോഡ് വരച്ചിരിക്കുന്നത്. എന്താ കോഡ് ചെയ്യുന്നത്? കോഡ് സർക്കിളിനെ രണ്ട് പാർട്ടാക്കി മാറ്റുന്നു, ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവുമാക്കി മാറ്റുന്നു. അപ്പൊ ഇനിയാണ് നമ്മുടെ കാര്യം പറയുന്നത്. അതാണ് ഇത് സർക്കിളിന്റെ സെന്റർ ആണല്ലോ. നമ്മൾ ഈ സെന്ററിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് യോജിപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ഇവയാണ് ഒരു പേര് കൊടുക്കാം. സർക്കിളിന്റെ സെന്ററിന് Y എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ ആംഗിൾ AOB, അതിന് പറയുന്ന പേരാണ് AB-യുടെ സെൻട്രൽ ആംഗിൾ ഓഫ് AB, കോഡ് AB. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ AB എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചു. അത് സെന്ററിലേക്ക്, സർക്കിളിന്റെ സെന്ററിലേക്ക് ഞാനൊന്ന് ജോയിൻ ചെയ്തു. അപ്പൊ അതിന്റെ പേരെന്താണ്? AOB എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ആ ആംഗിളിന്റെ പേരാണ് സെൻട്രൽ ആംഗിൾ ഓഫ് കോഡ് AB. അപ്പോ ഇനിയാണ് നമ്മുടെ തിയറത്തിലേക്ക് വരുന്ന. ഈ സെൻട്രൽ ആംഗിളിന് ഞാൻ C എന്ന് കൊടുക്കുകയാണ്. C ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സർക്കിളിന്റെ വലിയ ഭാഗത്ത് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ആ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് യോജിപ്പിച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ഓൾറെഡി നമുക്കൊരു സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിളിന്റെ കാര്യമാണ് നമ്മുടെ തിയറമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്താണെന്ന് അറിയാമോ? ഇത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അത് ഹാഫ് C. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ തിയറം. ആ തിയറം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു സർക്കിളിനെ ഒരു കോഡ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു, ഒരു വലിയ ഭാഗം, ഒരു ചെറിയ ഭാഗം. അപ്പൊ അതിനെ നമ്മൾ ഒരു സെൻട്രൽ ആംഗിൾ വരച്ചു. അപ്പോ വലിയ ഭാഗത്തുണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഏതാ വലിയ ഭാഗത്തുണ്ടാക്കിയ ആംഗിൾ? AB എന്ന് പറയുന്ന കോഡ് വലിയ ഭാഗത്തുണ്ടാക്കിയ ആംഗിൾ ഏതാ? ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, C എന്ന് കൊടുക്കാം. അതായത് ACB, ആംഗിൾ ACB ആണല്ലോ വലിയ ഭാഗത്തുണ്ടാക്കിയേക്കുന്ന ആംഗിൾ. ആ ആംഗിൾ എന്ന് പറയുന്നത് അതേ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മളിവിടെ സെൻട്രൽ ആംഗിൾ എത്ര എടുത്തിരുന്നത്? C തന്നെ എടുത്തിരുന്നേ. അപ്പൊ അതെന്തായിരിക്കും? സിയുടെ ഹാഫ്, അതായത് എന്താണ്? ഹാഫ് C ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മുടെ തിയറമായിട്ട് രണ്ടാമത്തെ തിയറം നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ്. ഇത് ബേസ് ചെയ്തിട്ടാണ് ഒത്തിരി ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ വന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് എന്താണ് പറഞ്ഞത്? AB എന്ന് പറയുന്ന കോഡ് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കി. ഇതാണ് ഇത് ചെറിയ ഭാഗം, ഇത് വലിയ ഭാഗം. ഓക്കെ, ഇതിനൊരു സെൻട്രൽ ആംഗിൾ ഉണ്ട്. ആ സെൻട്രൽ ആംഗിൾ ഞാൻ C എന്ന് പേര് കൊടുത്തു, C ഡിഗ്രി എന്ന് കൊടുത്തു. അതായത് എന്നിട്ട് വലിയ ഭാഗത്തുണ്ടാക്കിയ പോയിന്റിന്, അതായത് C എന്ന് കൊടുത്തു. അപ്പൊ വലിയ ഭാഗത്ത് ആംഗിൾ കിട്ടി, അതാണ് ACB. ആ ആംഗിൾ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അതേ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? C എന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഹാഫ് C. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തിയറം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനിയിപ്പോ നമുക്ക് ചെറിയ ഭാഗത്ത് ഒരു ആംഗിൾ ഉണ്ടാക്കിയാൽ, അതാണ് ഇവിടെ അവിടെ ഒരു P എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇതിലേക്ക് ഒരു ആംഗിൾ നമ്മൾ വരച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ മുകളിലെ ഭാഗത്ത് നമ്മൾ എന്താണ്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണെന്ന് പറഞ്ഞു. ഇനി താഴത്തെ കാര്യം നമുക്ക് പറയാം. അവിടെ താഴെ എവിടെയാണ് P? അപ്പൊ ആംഗിൾ APB അല്ലേ? ശരിയല്ലേ? അവിടെ എന്തായിരിക്കും എന്നാണ് അടുത്തത് പറയുന്നത്. ഇതേ ജീവിതത്തിൽ തന്നെ നമുക്ക് അതും പറഞ്ഞു പോകാം. അതായത് APB എത്രയായിരിക്കും? അതായത് APB എന്ന് പറഞ്ഞാൽ 180 മൈനസ് ഹാഫ് C. 180 മൈനസ് ഹാഫ് C. അപ്പൊ നമുക്ക് വേറെ രീതി പറയാം. ഈ കോഡ് രണ്ട് ഭാഗങ്ങളാക്കുന്നു പറഞ്ഞില്ലേ? അതായത് വലിയ സെഗ്മെന്റിലെ ആംഗിളും ചെറിയ സെഗ്മെന്റിലെ ആംഗിളും എന്താണ്? സപ്ലിമെന്ററി ആണെന്ന് പറയാം. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുമ്പോൾ സമ്മത്രമായിരിക്കും 180 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹാഫ് C ഉണ്ട്, ഇവിടെ 180 മൈനസ് ഹാഫ് C ഉണ്ട്. എന്റെ സമ്മത്രമായിരിക്കും 180 ആയിരിക്കും. അപ്പൊ അതായത് ഇവിടെ എന്താണ്? ഇവിടെ ഹാഫ് C, ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് ഹാഫ് C. അതായത് ഒരു കോഡ് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നു. വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളും ചെറിയ ഭാഗത്തുണ്ടാക്കിയ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്ക് 180 കിട്ടണം. അപ്പൊ അവിടെ തന്നെ ഹാഫ് C ഉണ്ട്. ഇവിടെ എത്ര ആയിരിക്കും? 180 മൈനസ് ഹാഫ് C. സംഭവമൊന്നുമില്ല. ഒരു കോഡ് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നു. വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇനി ചെറിയ ഭാഗത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് 180 നിന്നും മൈനസ് ചെയ്താൽ മതി. മറ്റൊരു രീതി നമുക്ക് പറഞ്ഞാൽ
വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളും ചെറിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളും സപ്ലിമെന്ററി ആണ്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. അതായത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പടം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഇവിടെ കോഡിന്റെ പേരെന്താണ്? പി ക്യൂ ആണ്. കോഡ് എന്താണ്? കോഡ് പി ക്യൂ. അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 140. സെൻട്രൽ ആംഗിളിന്റെ പേരെന്താണ്? POR. ആംഗിൾ POR എത്രയുണ്ട്? അത് 140. മറ്റു രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം. അതായത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ PRQ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. PRQ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് തിയറം പ്രകാരം നമുക്കറിയാം അത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 70 ആയിരിക്കും. എന്താ 140ന്റെ പകുതിയല്ലേ 70? അപ്പൊ അവിടെ 70 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അവിടെ താഴെ ഇനി നമ്മളിവിടെ ഒരു പേര് കൊടുക്കാം, S എന്ന് കൊടുക്കാം. ഇനി താഴത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ PSQ ആണ്. ഇവിടെ എത്ര കിട്ടിയായിരുന്നു? 70 ഡിഗ്രി കിട്ടിയായിരുന്നു. നമ്മൾ തിയറം പ്രകാരം നമുക്ക് എന്ത് കിട്ടി? 70 ഡിഗ്രി കിട്ടി. കാരണം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. അപ്പൊ 140 ആണ് ഇവിടെ, അതിന്റെ ഹാഫ് ആണ് മുകളിൽ വരുന്നത്. 70 ഡിഗ്രി അവിടെ കിട്ടി. ഇനി താഴെയാണ് വേണ്ടത്. താഴെ നമുക്കറിയാം വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളും ചെറിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളും സപ്ലിമെന്ററി ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെ വരും? ഇനി അടുത്ത ആംഗിൾ PSQ എത്ര വരും? 180 മൈനസ് എത്രയാണ്? ഹാഫ് ചെയ്താണ്. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരുന്നു. ഹാഫ് എത്രയാ? 70. എത്ര വരും? 110 ഡിഗ്രി. ഇവിടെ എത്ര വന്നു? 110 ഡിഗ്രി. സംഭവം ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ സംഭവമൊന്നുമില്ല. ഇവിടെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 140 ആണ് സെൻട്രൽ ആംഗിൾ. 140 ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഹാഫ് ആയിരിക്കും. മുകളിൽ 70. ഇവിടെ എന്താണ്? 180 മൈനസ് ഹാഫ് സി നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് 180 മൈനസ് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് എത്രയാണ്? 180 മൈനസ് 70 എത്രയാ? 110 ഡിഗ്രി. ഓക്കെ. ഇനി അടുത്തതായിട്ട് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ഇതൊരു സർക്കിൾ ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും ആവർത്തിച്ചു തന്നെ പറയുന്നത്. അതൊരു കോഡ് വരച്ചു. ഇത് വലിയ ഭാഗം, ഇത് ചെറിയ ഭാഗം. ഇതെന്താണ്? ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് എന്ന് പറഞ്ഞു. ഇതെന്താണ്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് 180 നിന്ന് കുറയ്ക്കുന്നത്. ഇത് ഹാഫ് സി ആണെങ്കിൽ ഇത് 180 മൈനസ് ഹാഫ് സി ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ഇവിടെ ഈ കോഡ് ഇവിടെ എല്ലാ ആംഗിൾസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇങ്ങനെയല്ല. ഇപ്പൊ എത്ര ആംഗിളായി? 1 2 3 കാണുന്നില്ലേ? 3 അതെല്ലാം എന്ത് തന്നെയായിരിക്കും? ഇവിടെ ഒരു 30 ആണെന്ന് ഇരിക്കട്ടെ. ഇവിടെ എല്ലാം തന്നെ ആയിരിക്കും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുമ്പിലായിട്ട് ഇതേപോലെ ഒരു പടമായിരിക്കുന്നത്. നമ്മളെ ടോട്ടലി കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ആ ഒരു ചോദ്യം ഇടുന്നത്. നമ്മൾ പടം നോക്കിയിട്ട് തിയറി നമ്മൾ കൺഫ്യൂഷൻ ആയ ഒരു കാരണവശാലും പടം നോക്കിയതിന് ശേഷം നമ്മൾ പഠിച്ച തിയറംസ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പടം നോക്കുമ്പോൾ തന്നെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ തന്നെ നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് നമ്മൾ വായിച്ചു നോക്കാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഈ പടം നമ്മുടെ തന്നിരിക്കുന്നു. ആ പടം 2 മെഷർമെന്റ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഒന്ന് 80 ഡിഗ്രി, ഒന്ന് 30 ഡിഗ്രി. ഇത് വെച്ചിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നു ആംഗിൾ OSQ കണ്ടുപിടിക്കണം. OSQ. അപ്പോൾ OSQ ഇവിടെ കിടക്കുന്നു. OSQ അതായത് OSQ ഇവിടെയാണ് കിടക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആകുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് SQR കണ്ടുപിടിക്കണം. അതായത് SQR ഇവിടെ കിടക്കുന്നു. SQR അതായത് SQR നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ P കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആംഗിൾ QOR കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? OSQ കണ്ടുപിടിക്കാം. OSQ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് നോക്കിക്കേ. ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ORS എന്ന് പറയുന്ന ട്രയാങ്കിൾ ORS ഉണ്ടോ? ട്രയാങ്കിൾ ORS എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് നോക്കി പറയാമോ? ഇതിന്റെ OS is equal to OR. കാരണം എന്താണ്? OS is equal to OR. കാരണം എന്താണ്? കാരണം അത് റേഡിയസ് ആണ്. അപ്പൊ തന്നെ നമുക്കറിയാം ഈ ORS എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഇനിയിപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മറ്റു 2 ആംഗിൾസ് കണ്ടുപിടിക്കാം. കാരണം എന്താണ്? മറ്റേ 2 ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എന്തായാലും എങ്ങനെയായിരിക്കും? ഈ 180 നിന്നും 180 മൈനസ് ഈ 80, അതായത് ഓൾറെഡി ഇവിടെ ഒരു 80 ഉണ്ടല്ലോ, ആ 80 കുറയ്ക്കുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. രണ്ട് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ? ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് 100 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 50. ഇവിടെ എത്ര വരും? 50 വരും. അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും 50 ആയിരിക്കും. ഇവിടെ 30 ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര? 20 ഡിഗ്രി. ശരിയല്ലേ? മനസ്സിലായ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നു OSQ ആയിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. OSQ ആംഗിൾ
OSQ നമുക്ക് കിട്ടി കഴിഞ്ഞു. എത്രയാ? 20 ഡിഗ്രി. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനിയിപ്പോ നമുക്ക് ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ളത്? SQR ആണ് കണ്ടുപിടിക്കാനുള്ളത്. SQR ഇത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം ഇവിടെ കോഡുകളായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. RS എന്ന് പറയുന്ന കോഡ്, RS എന്ന് പറയുന്ന കോഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാമേ. RS എന്ന് പറയുന്ന കോഡ് ഇതാ ഇവിടെ കിടക്കുന്നു. RS ഒന്ന് മാറ്റി വരച്ചു എന്നേ ഉള്ളേ, നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒന്നും മാറ്റി വരയ്ക്കണ്ട. RS എന്ന് പറയുന്ന ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ നോക്കിക്കേ. സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കിടക്കുന്നത്? സെൻട്രൽ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി. അതേ RS എന്ന് പറയുന്ന കോഡിന്റെ സർക്കിളിന്റെ വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഇത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ കിടക്കുന്നു OQ. നമുക്ക് കണ്ടുപിടിക്കുന്നത് SQR ആണ്. SQR അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, സെൻട്രൽ ആംഗിൾ ആണ് ഇവിടെ 80 ഡിഗ്രി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ക്യൂവിലുള്ള ആംഗിൾ ആണ്. ഇത് സെൻട്രൽ ആംഗിൾ, ഇത് വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ. നമുക്ക് തിയറം പ്രകാരം വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 40 ഡിഗ്രി. നമ്മൾ 40 ഡിഗ്രി ശരിയല്ലേ? ഇനിയിപ്പോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ പി ആണ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ പി ഇതാണ് കിടക്കുന്നത്. ഇതാണ് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ വേണം അല്ലേ? അതായത് QS എന്ന് പറയുന്ന കോഡിന്റെ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ആണത്. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അതിന്റെ സെൻട്രൽ ആംഗിൾ നമ്മുടെ കയ്യിൽ ഇല്ല. കാരണം എന്താ? ഇവിടെ ഒരു ഭാഗം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, 80. നമ്മൾ ഇപ്പുറത്തെ ഭാഗം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ബിയിലേക്ക് എത്താൻ സാധിക്കും. അതിനു മുന്നേ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇത് ഒന്നുകൂടി നമുക്ക് ഇങ്ങോട്ട് എഴുതാൻ എത്ര കിട്ടി? 40 ഡിഗ്രി കിട്ടി. നമുക്കത് ഇതങ്ങ് മായ്ക്കാണ്. SQR നമുക്ക് 40 ഡിഗ്രി കിട്ടി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതാണ്. നമുക്ക് പിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. പിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാനായിട്ട് QR എന്ന് പറഞ്ഞ കോഡ് നമ്മളെ സഹായിക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് വെച്ചിട്ട് നമുക്ക് പോകാം. QR എന്ന് പറഞ്ഞ കോഡ് QR ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. QR എന്ന് പറയുന്നതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. സെൻട്രൽ ആംഗിൾ വരച്ചു. അത് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമുക്ക് വേണ്ടത്. ഇനി അതേ QR തന്നെ സർക്കിളിൽ ഒരു പോയിന്റ്, സെൻട്രൽ ആംഗിൾ അല്ല, അത് സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ S എന്ന് പറയുന്നത്, അതായത് QR എന്ന് പറയുന്ന കോഡ് ഇവിടെ കിടക്കുന്നു. അതിന്റെ സെൻട്രൽ ആംഗിൾ കിടക്കുന്നു. അതാണ്ട് അത് വലിയ ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നു ആംഗിൾ. എത്രയാണ്? 30 ഡിഗ്രി. നേരത്തെ ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു 30 ഡിഗ്രി. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഈ 30 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ, അതായത് 60. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതുപോലെ ഏതാണ്ട് നോക്കിക്കേ, ഇത് QR എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചിരിക്കുന്നു. അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ആണ് ഇത്. അതാണ് അവർ തന്നിരിക്കുന്നത് 30 ഡിഗ്രി. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്തായാലും ഇതിന്റെ ഡബിൾ ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പൊ എത്രയാണ്? 30യുടെ ഡബിൾ എത്രയാ? 60 ഡിഗ്രി. അപ്പൊ നമുക്കത് കിട്ടി. എത്ര കിട്ടി? 60 ഡിഗ്രി. അതിന്റെ പേരെന്താ? QOR 60 ഡിഗ്രി. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആംഗിൾ പിയിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആംഗിൾ പിയിലേക്ക് പോകാം. കാരണം ആംഗിൾ പി എന്ന് പറഞ്ഞാൽ QS എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അതായത് QS എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്ര? 8 ആറും 14, അതായത് 140 ഡിഗ്രി. അതായത് 8 ആറും 14, 140 ഡിഗ്രി. അപ്പൊ അതിന്റെ പകുതി എത്രയാ? 70 ഡിഗ്രി. അപ്പൊ ആംഗിൾ പി എത്രയാ? 70 ഡിഗ്രി. ശരിയല്ലേ? ഇനിയിപ്പോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നുകിൽ ഈ കോഡ് ഉണ്ട്, QS എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. QS എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് QRS എന്ന് കണ്ടുപിടിക്കാം. QRS ആംഗിൾ QRS
കണ്ടുപിടിക്കാം. QRS നോക്കണം. QRS അവിടെ കിടക്കുന്നു. QRS അതായത് ഇതെന്താ 180 മൈനസ് ഹാഫ് സി. 180 മൈനസ് ഹാഫ് സി. അപ്പൊ 180 മൈനസ് ഈ കോഡിന്റെ ഹാഫ് സി എത്രയായിരുന്നു? 70. എത്രയാ? 110 ഡിഗ്രി. 110 ഡിഗ്രിയിൽ ഇവിടെ 50 ഉണ്ട്. ഇനി അടുത്ത എത്രയായിരിക്കും? 60 ഡിഗ്രി. ശരിയല്ലേ? 110 ഡിഗ്രിയാണ് ടോട്ടലി വരേണ്ടത്. അപ്പൊ ഇവിടെ എത്രയാണ്? 50 ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 60. അപ്പൊ ഇവിടെ 60, ഇവിടെ 60. അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും 60 ആയിരിക്കും. എത്രയാ? ഇവിടെ 20. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും നമ്മുടെ കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് ചിന്തിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അല്പം കോമൺ സെൻസും തിയറവുമായിട്ട് ഒരു ചെറിയ പരിചയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇന്ന് പഠിപ്പിച്ച തിയറം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുന്നത് വഴി ഞങ്ങൾ ഇടുന്ന ക്ലാസ് അന്നേരം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഹൈഹോപ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും ബൈ ബൈ.